ഹായ് ഫ്രണ്ട്സ്, ഫ്യൂച്ചർ ജോബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്ന ഒട്ടനവധി വേക്കൻസികളുമായിട്ടാണ് ഫ്യൂച്ചർ ജോബ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വേക്കൻസികളിലേക്ക് കിടക്കാം. ആദ്യം വന്നിരിക്കുന്ന വേക്കൻസി ദുബായിലേക്കാണ്. 2 കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. സബ് സ്റ്റേഷൻ ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ എന്നീ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 2 കാറ്റഗറിയിലേക്കും സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഏജൻസിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് UAE-ലേക്കാണ്. 4 കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അഡ്നോക് അപ്രൂവ്ഡ് ഹൈഡ്രോ ടെസ്റ്റിംഗ് എഞ്ചിനീയർ, HDT ഓപ്പറേറ്റർ, ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ, ലൈറ്റ് ഡ്രൈവർ എന്നീ വേക്കൻസിയാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പീരിയൻസ് മണിറ്ററി ആയിട്ട് ചോദിക്കുന്നുണ്ട്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനിയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് UAE-യിലെ അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. UAE-യിലെ അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് സേഫ്റ്റി ഓഫീസറിൻ്റെ വേക്കൻസി ആയിട്ടാണ്. അഡ്നോക് പ്രോജക്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി അബുദാബിയിലേക്കാണ്. 3 കാറ്റഗറിയിൽ വേക്കൻസി പറയുന്നുണ്ട്. ഹൈജീൻ ഓഫീസർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ, കിച്ചൺ സൂപ്പർവൈസർ എന്നീ വേക്കൻസിയാണ്. ഇപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റിന് താഴെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ CV മെയിൽ IDയിലേക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി ദുബായിലേക്കാണ്. PSSDB ഡ്രൈവറുടെ വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2600 AED സാലറി, അതുപോലെ തന്നെ ഫ്രീ അക്കോമഡേഷനും അതർ ബെനിഫിറ്റും കമ്പനി പറയുന്നുണ്ട്. ഡിപ്ലോമ ഓർ ഇക്വിവാലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ UAE ലൈസൻസും നമ്പർ 3 ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലൈസൻസ് ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് GCC കൺട്രിയിലേക്ക് നിരവധി വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനി ഫ്രീ വിസ അതുപോലെ തന്നെ ടിക്കറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഹോട്ട് ഫുഡ് സൂപ്പർവൈസർ, ബേക്കറി സൂപ്പർവൈസർ, സൗത്ത് ഇന്ത്യൻ കുക്ക്, തന്തൂർ കുക്ക്, ഫിഷ് മോങ്കർ, ബുച്ചർ, ബേക്കറി കോൺഫിഡൻഷ്യൽ, ചീഫ് കുക്ക്, സ്വീറ്റ് മേക്കർ, ചാട്ട് മേക്കർ എന്നീ വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. യോഗ്യത പറഞ്ഞിരിക്കുന്നത് SLC പാസ്സാണ്. അതുപോലെ തന്നെ ഏജ് പറഞ്ഞിരിക്കുന്നത് 21 to 40 വരെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി ദുബായിലേക്കാണ്. ലിഫ്റ്റ് ടെക്നീഷ്യൻ്റെ വേക്കൻസി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ്, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് 2 കാറ്റഗറിയിലേക്കുള്ള ലിഫ്റ്റ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി റേഞ്ച് വരുന്നത് 2000 മുതൽ 3000 AED വരെയാണ്. അതുപോലെ തന്നെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യും. 4 മുതൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കാണ്. 2 കാറ്റഗറിയിലാണ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പാനൽ ബോർഡ് വയർമാൻ, അതുപോലെ തന്നെ പാനൽ ബോർഡ് അസംബ്ലർ എന്നീ വേക്കൻസിയാണ്. സാലറി റേഞ്ച് 1800 സൗദി റിയാലാണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കാൻഡിഡേറ്റിന് എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത് പാനൽ വയറിംഗ് സെക്ഷനിലേക്കാണ്. അപ്പോൾ ITI ഡിപ്ലോമ ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി ഖത്തറിലേക്കാണ്. 7-8 കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് മാനേജർ, റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ, വെയ്റ്റർ, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, കാഷ്യർ, ഷെഫ്, ഡ്രൈവർ, ഡെലിവറി ബോയ് എന്നീ വേക്കൻസിയാണ്. 3 മുതൽ 5 വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യും. കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേരള കാൻഡിഡേറ്റിനെയാണ്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വേക്കൻസിയിലേക്ക് എടുക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് അബുദാബിയിലേക്കാണ്. 5 കാറ്റഗറിയിൽ വേക്കൻസി പറയുന്നുണ്ട്. റിക്രൂട്ടർ, സീനിയർ റിക്രൂട്ടർ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊജക്ട് കോർഡിനേറ്റർ, സീനിയർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്നീ വേക്കൻസിയാണ്. എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത് മാൻ പവർ ഓർ റിക്രൂട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി ഒമാനിലേക്കാണ്. 3 കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സ്ട്രക്ചറൽ പ്രൊഡക്ഷൻ എഞ്ചിനീയർ, അക്കൗണ്ടൻറ്റ് ആൻഡ് പർച്ചേസ് ഓഫീസർ എന്നീ വേക്കൻസിയാണ്. സ്ട്രക്ചറൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിന് 1 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മറ്റ് 2 വേക്കൻസികളിലും 7 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും. അപ്പോൾ നേരെ നെക്സ്റ്റ് വേക്കൻസിയിലേക്ക് എടുക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കാണ്. ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എൻജിൻ ടെക്നീഷ്യൻ, ഡ്രൈവബിലിറ്റി ടെക്നീഷ്യൻ, ട്രാൻസ്മിഷൻ ടെക്നീഷ്യൻ, ജനറൽ ടെക്നീഷ്യൻ, സർവീസ് ടെക്നീഷ്യൻ, ഓട്ടോ ഇലക്ട്രീഷ്യൻ ആൻഡ് AC ടെക്നീഷ്യൻ എന്നീ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി റേഞ്ച് വരുന്നത് 1800 മുതൽ 3000 സൗദി റിയാൽ വരെയാണ്. ഇൻ്റർവ്യൂ വരുന്നത് മെയ് 2nd വീക്കാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്.
നെക്സ്റ്റ് ഒമാനിലെ വേക്കൻസിയിലേക്ക് കിടക്കാം. ഒമാനിലേക്ക് 2 കാറ്റഗറിയിൽ വേക്കൻസി പറയുന്നുണ്ട്. PP വെൽഡർ അതുപോലെ തന്നെ ഫോർക്ക് ലിഫ്റ്റ് ഓഫ് ഡേറ്ററിൻ്റെ വേക്കൻസിയാണ്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ GCC ലൈസൻസും മണിറ്ററി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും. നെക്സ്റ്റ് അബുദാബിയിലേക്ക് നിരവധി കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. മെയ് 4-ന് കളമശ്ശേരിയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. നിങ്ങൾക്ക് CV അയക്കാൻ താഴെ മെയിൽ ID വന്നിട്ട് നിങ്ങൾക്ക് മെയിൽ ID അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്തിരുന്ന ഏജൻസികളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയ വേക്കൻസികളുമായി മറ്റൊരു ദിവസം കാണാം.